എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും സൗജന്യ കൗൺസിലിംഗ് സേവനം നൽകുന്ന സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളും സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്ന മേളയിൽ കുട്ടികളുടെയും യുവതലമുറയുടെയും മാനസികക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന രീതിയിലാണ് കൗൺസിലിംഗിനായി സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സമ്മർദ്ദം, കൗമാര പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ വെല്ലുവിളികൾ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും പ്രൊഫഷണൽ കൗൺസിലിംഗ് സേവനങ്ങൾ നൽകുകയാണ് ഈ സ്റ്റാളിന്റെ ലക്ഷ്യം. വൺ സ്റ്റോപ്പ് സെന്റർ എന്താണെന്ന് വെച്ചാൽ ഒരു കൊടക്കീഴിൽ ഒരുപാട് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. ഇത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും സൗജന്യമാണ്. നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണ് വൺ സ്റ്റോപ്പ് സെന്ററിൽ കൊടുക്കാമെന്ന് വെച്ചാൽ കൗൺസിലിംഗ് കൊടുക്കും, നിയമസഹായം കൊടുക്കും, പോലീസ് സഹായം കൊടുക്കും, വൈദ്യസഹായം കൊടുക്കും. 5 ദിവസം വരെ നിൽക്കാനുള്ള ഷെൽട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവിടെ വരുന്ന കേസുകൾ, ഏറ്റവും കൂടുതൽ അവിടെ വരുന്ന കേസുകൾ എന്ന് വെച്ചാൽ പോക്സോ, DV, മിസ്സിങ്, റേപ്പ് കേസ്, അങ്ങനെയുള്ള കേസുകളാണ് കൂടുതലായിട്ട് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് WPO ആണ്. അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ്. പരിചയസമ്പന്നരായ കൗൺസിലർമാർ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി മാനസിക വെല്ലുവിളികളെക്കുറിച്ച് ബോധവൽക്കരണവും നിർദ്ദേശങ്ങളും നൽകുന്നു. കുട്ടികൾക്ക് അവരുടെ ചിന്തകളും പ്രശ്നങ്ങളും തുറന്നു പറയാനുള്ള ഒരു സുരക്ഷിത ഇടം ഒരുക്കുകയാണ് ഇതിലൂടെ വനിതാ ശിശുവികസന വകുപ്പ്. നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ എല്ലാ സ്കൂളുകളിലും, ഗവൺമെൻറ് സ്കൂളുകളിലും സ്കൂൾ കൗൺസിലർമാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാളിൽ കൗൺസിലിംഗിൻ്റെ സേവനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പാരൻറ്റിംഗ് ക്ലിനിക്ക്, എല്ലാ ബ്ലോക്ക് തലത്തിലുള്ള ICDSൽ പാരൻറ്റിംഗ് ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ആ പാരൻറ്റിംഗ് ക്ലിനിക്കിനെ കുറിച്ചുള്ള അവബോധം ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളിൽ ലഹരി ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, അതിലെ പാരൻസിൻ്റെ പങ്ക്, അതുപോലെ തന്നെ സ്വഭാവ പ്രശ്നങ്ങൾ, പഠന പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ ആ ഏരിയയിലൊക്കെ കുട്ടികളെ ഇടപെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളിലുമാണ് ഈ കൗൺസിലിംഗ് സേവനം ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ എല്ലാ ICDSകളിലും ബ്ലോക്ക് തലത്തിലും പാരൻറ്റിംഗ് ക്ലിനിക്കിൻ്റെ സേവനം ലഭ്യമാകുന്നു. കൗൺസിലിംഗ് സേവനങ്ങൾക്ക് പുറമെ മാനസികാരോഗ്യ ബോധവൽക്കരണത്തിനായുള്ള പോസ്റ്ററുകൾ, ലഘുലേഖകൾ, ഇന്ററാക്റ്റീവ് സെഷനുകൾ എന്നിവയും ലഭ്യമാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ് ICDS എന്ന പ്രൊജക്റ്റ് ആയിരിക്കുന്നത്. ICDS എന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പോഷകാഹാരം പോഷക സമ്പുഷ്ടമാക്കാം നമ്മുടെ സമൂഹം എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ കീഴിൽ നമുക്ക് വരുന്ന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കൗമാരപ്രായക്കാര പെൺകുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ. 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾ 6 മാസം മുതൽ 3 വയസ്സ് വരെ അമൃതം ഫുഡ്, അത് കഴിഞ്ഞാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ അംഗൻവാടിയിലെ പ്രീ സ്കൂൾ പോഷകാഹാരം. ആ അമൃതം ഫുഡ് കൊണ്ട് എത്ര തരം ഭക്ഷണങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ സ്വാദിഷ്ടമായും പോഷകം നഷ്ടപ്പെടാതെ ഉണ്ടാക്കാനുള്ള രീതിയും, അതോടൊപ്പം തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതും ആണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.